എൻ്റെ വളരെ സിമ്പിളായ ചോദ്യം, ഇത് ഇന്ത്യ അഡ്രസ്സ് ചെയ്തുണ്ടാക്കിയ ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയ ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് വേണമെങ്കിൽ രഹസ്യമായി കേന്ദ്ര അല്ലെങ്കിൽ സർക്കാർ കൊടുക്കാമായിരുന്നു. ഇത് 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 മറ്റേ എന്താണ് വെടിവഴിപാട് ഉറക്ക വിളിച്ച് പറഞ്ഞാൽ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറക്ക വിളിച്ച് ലോകത്തെ മൊത്തം അറിയിക്കുകയാണ്. എന്താണ്, ഞങ്ങൾ ഇന്ത്യക്ക് ഔദാര്യം കൊടുക്കുന്നു എന്ന് പറയുകയാണ്. അതെങ്കിലും തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് കൊണ്ടുവന്ന ചോദ്യം വിട്ടേക്ക്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മോഹൻ പിള്ള, ഇവിടെ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അതിനുവേണ്ടി അസംഖ്യം രക്തബലികൾ കൊടുക്കേണ്ടി വന്ന ദീർഘമായ സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള ധീരമായി തലകുനിക്കാൻ മനസ്സില്ലാത്ത രാജ്യമാണ്. ആ രാജ്യത്തോടാണ് അവിടുത്തെ റിഫൈനറികൾക്ക് 30 ദിവസത്തെ അനുവാദം. ഒരു മുൻഉത്തരവ് എന്തു ആയിക്കോട്ടെ, ഈ അനുവാദം ഇത് യാഥാർത്ഥ്യമാണ്, അവർ പലയാവർത്തി പറയുന്നതാണ്. ഒരു മുൻ സൈനികൻ എന്ന നിലയ്ക്ക് ആ ഡിക്റ്റാറ്റ് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്ന വാർത്ത സത്യമാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും US ഇന്ത്യയുടെ മേലിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു തിട്ടൂരമാണ്. ആ തിട്ടൂരത്തിന് ടിറ്റ് ഫോർ ടാറ്റ് മറുപടി പറയേണ്ടതുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് നമുക്കതറിയില്ല. പക്ഷേ വാട്ട് എവർ ഇറ്റ് മേ ബി, ട്രംപ് ഡേ 1 മുതൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വന്നിട്ടുള്ളതാണ്. അതിന് നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് റിപ്ലൈ ഇന്നലെ ഒരു മോഡിഫൈ ചെയ്തൊരു റിഫൈൻഡ് റിപ്ലൈ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാര്യം റിഫൈൻഡ് റിപ്ലൈ വന്നേ പറ്റുള്ളൂ. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും അണ്ടറിലുള്ള ഒരു രാജ്യമല്ല. ആരുടെയും തിട്ടൂരം ത്തിൻ്റെ അണ്ടറിൽ നിൽക്കേണ്ട കാര്യവുമല്ല. ഇവിടെ ട്രംപ് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആഷ്മി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് എല്ലാം കൂടി കൂട്ടി വായിക്കണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഇക്കണോമിക് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. കാരണം ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നില്ലേ, ക്യൂബ. ആ ക്യൂബ സ്റ്റേറ്റ്മെൻറ്റും ഇതും കൂടി ഒന്ന് കൂട്ടി വായിക്കുവാണെങ്കിൽ ആൻസർ കറക്റ്റായിട്ട് ഹാഷ്മിക്ക് കിട്ടും. കാരണം ക്യൂബയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് റഷ്യ, ചൈന, ഇറാൻ, പിന്നെ ഓൾറെഡി ട്രംപിൻ്റെ അണ്ടറിലായിട്ടുള്ള ബൊളീവിയ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൊളീവിയ ഇതിൻ്റെ ഒരു സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ഈ രാജ്യങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ വെച്ചിരിക്കുന്ന ആ രാജ്യവും കൂടിയുണ്ട്. അപ്പോൾ ഈ ആദ്യം തന്നെ ഒരു രാജ്യം കൺട്രോളിലാക്കി കഴിഞ്ഞു, ഒരു ചെറിയ രാജ്യത്തിനെ. അത് കഴിഞ്ഞതിന് ശേഷം റഷ്യയുടെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ട്രംപ് മനസ്സിലാക്കി. റഷ്യ ഡയറക്റ്റായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റിലോട്ട് വരാത്ത ഒരവസ്ഥ വരികയും കൂടെ ചെയ്തു. അതുകൂടാതെ ചൈനയുടെ സൈലൻസ്, അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ സൈലൻസിന് ചൈന അങ്ങേയറ്റത്തെ, ലോകത്തിന് വേണ്ടി അങ്ങേയറ്റത്തെ വില കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ട്രംപ് ഡേ 1 മുതൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ട്രംപ് കോമാളിയാണെന്നും വിഡ്ഢിയാണെന്നും പേപ്പട്ടിയാണെന്നും പറഞ്ഞ് ഒഴിവാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്നു മുതൽ ട്രംപ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ട്രംപ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈം ബീയിങ്ങിന് വേണ്ടി അത് തമാശ ആണെന്ന് പറയാം, പക്ഷെ അത് ഒരിക്കലും തമാശ ആയിട്ട് വരില്ല കാശ്മീർ. ഇനിയും വരാൻ പോകുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നേരെ ഇങ്ങോട്ടാണ്. എങ്ങോട്ടാണ്? ക്യൂബയാണ്. അത് 100% ഉറപ്പാണ്. ഇന്നല്ലേ നാളെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. കാര്യം ഇറാനെ ഒന്ന് ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റഷ്യയും ഏതാണ്ട് ഒരു ലൈനിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ചൈനയുടെ സൈലൻസ് അങ്ങേറ്റത്തെ വില കൊടുക്കേണ്ടി വരും. അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ റീജിയണിൽ ചൈന ഇപ്പോൾ തന്നെ ഇടപെട്ട് ഒരു പ്രഷർ ബിൽഡ് ചെയ്യണമായിരുന്നു. ഇതിനകത്ത് ചൈന മാത്രമല്ല, ഇന്ത്യക്ക് ഒരു സേ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ട്രംപ് വരില്ലായിരുന്നു. ഡേ 1 മുതൽ നമ്മൾ ഒരു സ്റ്റാൻഡ് ക്ലിയർ കട്ടായിട്ട് എടുക്കണം. അതായത് ഒരു കാരണവശാലും നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൽ ഇടപെടുവാനായിട്ട് US എന്നല്ല, ഒരു രാജ്യത്തിനും അധികാരമില്ല എന്നുള്ള ഓപ്പൺ സ്റ്റാൻഡ് എടുത്തിട്ട് വളരെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകണമായിരുന്നു. നമ്മളിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ആൻസർ ഉണ്ട്. എന്താണ് ആൻസർ? നമുക്ക് ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ മുന്നോട്ട് പോവുക, നമ്മുടെ സർവൈവലാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതല്ലായിരുന്നു വേണ്ടിയിരുന്നത് ക്ലിയർ കട്ട് ആൻസർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൊടുക്കുക. പിന്നെ അത് മനസ്സിലാക്കിയപ്പോൾ നമ്മളിപ്പം ഡിപ്ലോമാറ്റിക് ഓഫീസിൽ പോയിട്ട് നമ്മുടെ NY അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് ആദ്യം മുതൽ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയും ചൈനയും റഷ്യയും ഇസ്രയേലും ഈ ഒരു പ്രൊവോക്കേഷനിലോട്ട് വരില്ലായിരുന്നു, ലിമിറ്റായേനെയും. അത് നടന്നില്ല. അത് കൂടാതെ ഇപ്പോൾ വീണ്ടും നമ്മൾ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ആസ് എ സ്പെക്ടാക്ടർ. ദാറ്റ് ഈസ് വെരി റോങ്. രണ്ട് രാജ്യങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് ഇന്ത്യയും ചൈനയുമാണ്, യാതൊരു സംശയവുമില്ല. ആ ഇന്ത്യയും ചൈനയും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ട്രംപ്
നേരെ അടുത്ത ഗൺ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഫ്ലോറിഡയിൽ നിന്ന് ഏതാണ്ട് 90 മൈൽ ദൂരമുള്ള ക്യൂബയിലോട്ട്. ഫ്ലോറിഡയിൽ നിന്ന് 90 മൈൽ ദൂരമുള്ള ക്യൂബ പിടിച്ചെടുക്കാൻ നേരെ മറിച്ച് വലിയ വലിയ വിഷയങ്ങളൊന്നുമില്ല. നേരത്തെ ഒരു ഡെറ്ററൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡെറ്ററൻസും ഇല്ല, നമുക്ക് പറയാൻ പറ്റും. ആ ഡെറ്ററൻസും ഇല്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അതായിരിക്കും. ക്യൂബ ഒരു ഫ്രണ്ട്ലി ടേക്ക് ഓവർ ആയിരിക്കുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മഹാശയന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക. ഹാഷ്മി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ട്രംപിനെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കോമാളിയാന്ന്. ബട്ട് നോ, വാട്ട് എവർ ഹി സേസ് ഇറ്റ് ഗോട്ട് എ മീനിങ്. ആ മീനിങ് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ വരുന്നത്. ഇസ്രയേലിനെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനറിയാം ചൈനയിൽ നിന്നും വന്നിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മിസൈൽസ് ആണ് ഇറാന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ US-ന്റെ ബാറ്റിൽ ഷിപ്സുകളെല്ലാം നമ്പൂരമിട്ടിരിക്കുന്നത് അതിൻ്റെ റേഞ്ചിന്, ഷോർട്ട് റേഞ്ചിന് വെളിയിലാണ്. അത് ആലോചിക്കണം. എന്നിട്ട് ഇസ്രയേലിനെ കൊണ്ടാണ് മാക്സിമം ബൊംബാർഡ്മെന്റ് നടത്തിക്കുന്നത്, അവിടെ ഹെവി ബൊംബാർഡ്മെന്റ് നടത്തിക്കുന്നത്. ഐ തിങ്ക് US GCC രാഷ്ട്രങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അബ്സല്യൂട്ട്ലി. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതെല്ലാം നമ്മൾ മീഡിയയെല്ലാം വളരെ നല്ല രീതിയിൽ പറയുന്നു. അവിടെ കുവൈറ്റിൽ വരുന്നു, അല്ലെങ്കിൽ UAE-യിൽ വരുന്നു, അല്ലെങ്കിൽ ഖത്തറിൽ വരുന്നു. ഓഫ് കോഴ്സ് മിസൈൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് തന്നെ എയറിൽ ന്യൂട്രലൈസ് ചെയ്യും. അതിൻ്റെ സൗണ്ടുകളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്ന ചില കാര്യങ്ങളിലൊക്കെയാണ് 1-2 കാഷ്വാലിറ്റി ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞത്. ഇറാൻ ഒരു പ്രൊവോക്കേറ്റ് ചെയ്ത് ഇവരെ ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്യുന്നു. ആ അട്രാക്ഷന് അത്രത്തോളം വില കിട്ടിയിട്ടില്ല ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.